സിനിമകൾ ആളുകളിലേക്ക് എത്താത്ത ഒരു കാലഘട്ടത്തിലാണ് IFFK വേദി ആരംഭിക്കുന്നത്. ഇന്ന് OTT പ്ലാറ്റ്ഫോമുകളുടെ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലും IFFK വേദിയുടെ പ്രസക്തി എന്താണ്? നമുക്ക് ചോദിച്ചു നോക്കാം. സിനിമകൾ കണ്ടുവരുന്ന മനുഷ്യർക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ട് പരിണമിക്കുകയല്ലേ IFFK വേദികൾ? അവാർഡ് സിനിമകളൊക്കെ നമ്മൾ ചാനലിലൂടെയും പത്രത്തിലൂടെയൊക്കെ അറിയുന്ന പല പടങ്ങളും IFFK വേദിയിലാണ് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ കൂടുതൽ ഒപ്പീനിയൻസുകൾ ഷെയർ ചെയ്യുന്നത്. അത് ഭയങ്കര വലിയൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകളുടെ റെസ്പോൺസ് ഈ പരസ്പരം ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അടുത്തൊരു സിനിമയുടെ ഉടലെടുപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള തോട്ടും വരുന്നത്. അത് ഇവിടെ ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അതൊരു നല്ല ഒരിതാണെന്നാണ് വിശ്വസിക്കുന്നത്. ഇന്ന് കണ്ട സിനിമ ഏതാണ്? ഞാൻ ഇന്നൊരു സിനിമയും കണ്ടില്ല. കാരണം ഇന്ന് ഞാൻ അവൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊട്ടസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നത് കാരണം അതിനകത്തായിരുന്നു. പിന്നെ ഒരു മേള സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് എഫർട്ട്സ് ഉണ്ട്. ആ എഫർട്ട്സ് ഒന്നും ചില പ്രതിഷേധക്കാർ അതിനെയൊക്കെ ശ്രമങ്ങൾ പിടിക്കുന്നതിൽ വളരെ വിഷമമുണ്ട്. എന്തിൻ്റെ കാര്യമാണെങ്കിലേ കോടതിയിൽ കിടക്കുന്ന വിഷയങ്ങളാണ്. ആ വിഷയങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇതിൻ്റെ മുമ്പ് കൊണ്ടുവന്ന് നടക്കുന്നതൊന്നും ശരിയില്ല. ഇപ്പോഴും ഒരു പടം എൻ്റെ സിനിമ ഓടിക്കൊണ്ടിരിക്കുക, കളങ്കാവൽ എന്ന സിനിമ. അതിലുള്ള ആ ഒരൊറ്റ സീനാണ് ഞാൻ ചെയ്തത്. ആ സീനാണ് ആ സിനിമയുടെ പ്രധാനം. പക്ഷേ ഇപ്പോൾ ഈ IFFK 30 നടക്കുമ്പോഴും മുമ്പ് ഉള്ള ഒരു പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. ഈ ഒരു കാലഘട്ടത്തിൽ IFFK വേദിയുടെ ഒരു സ്പേസ് എവിടെയാണ് ആളുകളിൽ? അതായത് ഇപ്പോൾ നമുക്ക് സിനിമകൾ ഒത്തിരി റിലീസാവുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് തന്നെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ സംഘപരിവാർ അജണ്ടയുള്ള പ്രൊപ്പഗണ്ടയുള്ള സിനിമകൾ റിലീസാവുന്നുണ്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ IFFKയിൽ വരുമ്പം പ്രത്യേകിച്ച് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു ഫിലിം ഫെസ്റ്റിവൽ ആകുമ്പം അതിനകത്ത് കൂടുതൽ ഈ വർഗീയതയെ ഓപ്പോസിറ്റ് ചെയ്യുന്ന സിനിമകൾ, അതുപോലെ ഫാസിസത്തിനെതിരെയുള്ള സിനിമകൾ, അതുപോലെ ലോകത്ത് നടക്കുന്ന കലാപങ്ങളെ പറ്റി നമുക്ക് ഉൾക്കാഴ്ച തരുന്ന സിനിമകൾ, പാലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകൾ, അങ്ങനെ നമ്മളുടെ ഭൗതിക തലത്തെ ഉയർത്തുന്ന രീതിയിലുള്ള നമുക്കൊരു ഉൾക്കാഴ്ച തരുന്ന രീതിയിലുള്ള സിനിമകളാണ് IFFKയിൽ ഉണ്ടായി വരുന്നത്. ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സ് തൊട്ട് IFFKയ്ക്ക് വരുന്നതാണ്. പക്ഷേ എനിക്ക് 22ാമത്തെ വയസ്സിൽ IFFKയ്ക്ക് വരുന്നതിന് മുമ്പുള്ള ആളല്ല ഞാൻ. IFFK കഴിഞ്ഞ് 22ാമത്തെ വയസ്സിൽ IFFK കഴിഞ്ഞിട്ടുള്ള ഞാൻ. കാരണം ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് അത്രയും ഇൻസൈറ്റും ഒക്കെ കിട്ടുകയാണ്. നമ്മളോട് ഒരാൾ ഇന്ന കാര്യം ചെയ്യുക അല്ലെങ്കിൽ ഇന്ന കാര്യം പറയേ എന്ന് പറയുന്നതിലും നല്ലത് നമ്മൾ വായിച്ച് നമുക്ക് ഇൻസൈറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് കണ്ട് ഇൻസൈറ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾക്ക് ഇൻസൈറ്റ് ഉണ്ടാവുന്ന സിനിമകൾ കിട്ടുന്നൊരു മീഡിയമാണ് IFFK എന്ന് പറയുന്നത്. ഇപ്പോൾ IFFK എന്ന് പറയാം, IFFK ഫിലിമല്ല, ഫിലിം കാർണിവലാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ IFFK മുമ്പായിരുന്നു. അന്നൊരു സൈറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ആ സൈറ്റിൽ നിന്ന് സിനിമ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്ന് അതേപോലെ OTT, നിങ്ങൾ നേരത്തെ പറഞ്ഞ OTT പ്ലാറ്റ്ഫോമിൻ്റെ ഭയങ്കരമായിട്ടുള്ള അതിപ്രസാരം കാരണം നമുക്ക് ഏത് സിനിമ വേണമെങ്കിലും ഇപ്പം തിരഞ്ഞെടുക്കാം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല സിനിമകളില്ല. ഞാൻ കഴിഞ്ഞ IFFKയ്ക്കും ഈ IFFK ഇന്ന് തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമായി. ഈ 3 ദിവസം ഞാനൊരു നല്ല സിനിമയും കണ്ടില്ല. ഞാൻ ഇന്ന് തന്നെ ഒരു സിനിമ കണ്ടിട്ട് ഇറങ്ങി വരികയാണ് ചെയ്തത്. കാരണം മുമ്പത്തെ സിനിമകൾ നമുക്ക് ഏത് കാണണമെന്ന് അറിയില്ലായിരുന്നു. അത് കാണാൻ ഇവിടെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഇവിടെ വരുന്നു എത്ര പേര് ആ സിനിമ കാണാനുണ്ട്. ആ തിയേറ്ററിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാർ കാണുക കുറച്ച് ഏജ് ആയിട്ടുള്ളവർ, യൂത്ത് മുഴുവൻ ഇവിടെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ഇതാണ് IFFK അല്ല, പഴയ IFFK ഇനി വരുമോ എന്ന് അറിയില്ല. അതൊരു സുവർണ കാലമായിരുന്നു. സിനിമകൾ കാണുക എന്നുള്ളതിനപ്പുറത്തേക്ക് വർഷത്തിൽ ഈ സമയത്ത് മാത്രം കാണുന്ന സൗഹൃദങ്ങൾ പുതുക്കുക, ഈ സമയത്ത് മാത്രം കാണാൻ പറ്റുന്ന സിനിമാ പ്രവർത്തകരുമായിട്ട് സംവദിക്കുക, പുതിയ ലോക സിനിമയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് കാണുന്നതിനൊപ്പം തന്നെ അതിൻ്റെ അണിയറ പ്രവർത്തകരുമായിട്ട് നമുക്ക് സംവേദിക്കാൻ പറ്റുക തുടങ്ങിയ അത്തരം ലക്ഷ്യങ്ങളാണ് IFFK കൊണ്ട് പൂർത്തിയാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് സിനിമ കാണണമെങ്കിൽ ഇപ്പോൾ ഈ പറയും പോലെ OTTയിൽ അല്ലെങ്കിൽ പിന്നെ മറ്റ് പ്ലാറ്റ്ഫോമുകൾ, മൊബൈലൊക്കെ ഇറങ്ങിയ സിനിമകൾ, ഇവിടുത്തെ കുറേ സിനിമകൾ, ഒരു 50% സിനിമകൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ നമ്മളതിനെ നോക്കിക്കാണുന്നത് സിനിമ കാണുക എന്നുള്ളതിനൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ഇത്തരം കൂടിച്ചേരുകൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ 20ാമത്തെ IFFK ആണിത്. അപ്പം ഒരു വർഷം പോലും മുടക്കാതെ വരണം എന്നുള്ളത്, ഇത്തരം സിനിമകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് പോലും വരാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം കൂടിച്ചേരുകൾ കൂടി വേണ്ടിയിട്ടാണ്. ഇൻ്റർനാഷണൽ മൂവീസൊക്കെ ചിലത് നമുക്ക് ഇവിടെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് പിന്നീട് കാണണമെന്ന് വിചാരിച്ചാൽ നമുക്ക് അതിന് എവിടെന്നെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യേണ്ടി വരും. തിയേറ്റർ റിലീസ് ഇല്ല അതിന്. സോ ദാറ്റ്സ് ഗുഡ്. ഇവിടെ വന്ന് കാണേണ്ട സിനിമകളുണ്ട് എന്നുള്ളതാണ്. അവിടെ തിയേറ്ററിൽ ഇരുന്ന് നമുക്കിത് കാണാനുള്ളൊരു സ്കില്ലില്ലെങ്കിൽ വിൽ നോട്ട് ബി ഏബിൾ ടു വാച്ച് ഇറ്റ്. സോ അങ്ങനത്തെ
മൂവീസിനെ എന്താ പറയുക കുറച്ചും കൂടിയും അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഡിയൻസ് ഉണ്ട്. സോ ഫോർ ദെം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് പുതിയ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർക്ക് അതിനെപ്പറ്റി ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ആ ഹോബിയായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇതൊരു വലിയൊരു ഇറ്റ്സ് എ വെരി ബിഗ് പ്ലാറ്റ്ഫോം ടു നോ ദാറ്റ്. ഞാൻ ഇന്നലെ ഫിലിം കണ്ടപ്പോൾ ഫ്രാൻസ് കണ്ടപ്പോൾ എൻ്റെ ഇപ്പുറത്തിരുന്ന ഒരു അങ്കിള് 30 IFFK അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അപ്പോൾ പറയുമായിരുന്നു പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതോ ഫിലിം ഫെസ്റ്റിവലായിരുന്നു, പിന്നെ ഇവിടെ കേരളത്തിൽ നിന്ന് പല സ്ഥലത്തായിട്ടായിരുന്നു, എന്നിട്ട് ട്രിവാൻഡ്രം വന്നു. അപ്പോൾ അന്ന് ഏത് നല്ല ഫിലിം എന്ന് ഇവർക്ക് അറിയത്തില്ലായിരുന്നു, അതും ആൾക്കാർ കുറവായിരുന്നു, പ്രത്യേകിച്ച് ആർട്ട് ഫിലിം കാണുന്നവർ. പക്ഷെ ഇപ്പോൾ ഒരുപാട് ഇതാണ്. പക്ഷെ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈവൻ ദോ ടെക്നോളജി ഇപ്പോൾ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും എല്ലാവർക്കും ഫിലിം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു യൂണിവേഴ്സാലിറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ 30 വർഷം കഴിഞ്ഞിട്ടും പ്രായമുള്ളവരും പുതിയ ഇപ്പം കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും ഈക്വലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ഫാക്ടറായിരുന്നു അങ്കിൾ പറഞ്ഞത്. അപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ നേരത്തെ അവർ കാണുന്ന ഫിലിം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ലോ മൂവിങ് ആണ്, ഇപ്പോൾ എല്ലാവർക്കും ഫാസ്റ്റ് പേസ്ഡ് ആണ് ഇഷ്ടം. പക്ഷേ ഈക്വലി രണ്ട് ക്രൗഡും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ കളക്ഷനാണ്. അപ്പം ടെക്നോളജി ഉള്ളതുകൊണ്ട് ഓഫ് കോഴ്സ് ഒരുപാട് ആൾക്കാർക്ക് ഫിലിം OTTയിൽ കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ പക്ഷേ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റിയാണ്, എത്ര പേരെയാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ഫിലിമിൻ്റെ കൂടെ തന്നെ. പല പല കാഴ്ചപ്പാടുകൾ ഈ ഒരു IFFK വേദിയിൽ സിനിമയ്ക്കപ്പുറം ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നുണ്ട്. സിനിമ എന്ന് പറയുന്നത് തന്നെ ആളുകൾക്ക് ഒരുമിച്ചിരിക്കാനൊരു സ്പേസ് സിനിമ ഉണ്ടാക്കുന്നുണ്ട്. IFFK അതിന് ഒരുപാടധികം സഹായിക്കുന്നുണ്ട്. സിനിമയ്ക്കപ്പുറം ആളുകൾ അവരുടെ രാഷ്ട്രീയം പറയാനും സംഗീതം പങ്കുവെക്കാനും ഭക്ഷണം പങ്കുവെക്കാനും ഫാഷൻ സെൻസുകളെ പറ്റി സംസാരിക്കാനും ഒക്കെ ഈ വേദി ഒത്തിരി അധികം സഹായിക്കുന്നുണ്ട്. റെപ്രസെൻറ്റേഷൻ ഒത്തിരി അധികം IFFKയിലൂടെ നടക്കുന്നുണ്ട്. IFFKയുടെ ചേല് അത് ഇക്കാണുന്ന വൈവിധ്യങ്ങളാണ്, അത് എക്കാലവും നിലനിൽക്കുമെന്നാണ് ഓരോരുത്തരും പറഞ്ഞു വെക്കുന്നത്. ക്യാമറ പേഴ്സൺ ഉണ്ണി പാലായ്ക്കൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, മീഡിയ 1 തിരുവനന്തപുരം.